അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിതാക്കളെ, നമ്മൾ ഇന്ന് സാധാരണ ഖുർആൻ ക്ലാസ് മാറ്റിവെച്ച് ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മുടെ അമലുകളിൽ ഒക്കെ വരുത്താനും കൂടുതൽ ഒന്നുകൂടി ശ്രദ്ധിക്കാനും ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരം പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ റമദാൻ എത്തുമ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ജഅൽ ഹാദ ഷഹറ ഷാഹിദൻ ലന വല അലൈന. അള്ളാഹുവെ, ഈ മാസത്തെ ഞങ്ങൾക്ക് നാളെ അനുകൂലമായി സാക്ഷി പറയുന്ന മാസമാക്കി മാറ്റണമേ. ഞങ്ങൾക്ക് എതിരെ പ്രതികൂലമായി സാക്ഷി പറയുന്ന ഒരു മാസമാക്കി ഈ റമദാനെ മാറ്റരുതേ എന്നത് പ്രാർത്ഥനകളിൽ അതിപ്രധാനമാണ്. അതേപോലെ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ഷാഹിദൻ ലന വല ഷാഹിദൻ അലൈന. അള്ളാഹുവെ, ഖുർആനെ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഗ്രന്ഥമാക്കി മാറ്റണമേ. എനിക്കെതിരെ പ്രതികൂലമായി സാക്ഷി പറയുന്ന ഗ്രന്ഥമാക്കി മാറ്റരുതേ. അതുപോലെ തന്നെ അല്ലാഹുമ്മ ജഅലിസ് സിയാമ ഷാഹിദൻ ലന വല ഷാഹിദൻ അലൈന. അള്ളാഹുവെ, ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന നോമ്പ് അത് നാളെ എനിക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന നോമ്പാക്കണമേ, എനിക്കെതിരാവരുതേ എന്നുള്ള പ്രാർത്ഥന. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു ഉപകാരം ചെയ്തു പക്ഷെ അത് ഉപദ്രവമായി എന്നൊക്കെ പറയാറുണ്ട്. എന്നതുപോലെ നന്മകൾ ചെയ്തു പക്ഷെ അത് അള്ളാഹു കബൂൽ ചെയ്തില്ല എങ്കിൽ അത് നമുക്ക് നാളെ എതിരായി മാറും. അപ്പൊ അതിൽ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ നോമ്പെടുക്കുന്നു, തറാവീഹ് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, അങ്ങനെ ഏതൊരു സ്വതക്കകൾ കൊടുക്കുന്നു, അങ്ങനെ ഏത് നന്മ നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ നന്മകളിലെല്ലാം നിറഞ്ഞു നിൽക്കേണ്ടത് നമ്മുടെ നീയത്താണ്, വളരെ പ്രധാനമാണ്. അതേപോലെ ഇഖ്ലാസ്, ആത്മാർത്ഥമായിട്ടാവണം ചെയ്യേണ്ടത്. അവിടെ എവിടെയും മറ്റൊരു നീയത്ത് കടന്നു വരാനേ പാടില്ല. അങ്ങനെയാകുമ്പോൾ അത് മുഴുവൻ പോവും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാന്റെ അവസാനത്തെ 10 നമ്മളുള്ളത്. പക്ഷേ നന്മകൾ ഒരുപാട് ചെയ്യാൻ കഴിയും. ആ ചെയ്യുന്ന നന്മകളൊക്കെ ഏറ്റവും നല്ല നീയത്തിലും ഖുർആൻ പറഞ്ഞ തഖ്വയുണ്ടാകാൻ വേണ്ടി എന്ന ആ ഒരു ഉദ്ദേശത്തിലും ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളത് ശ്രദ്ധിക്കണം. റമദാനില് ഇന്ന് നമ്മുടെ കുവൈറ്റിൽ ഇവിടെയൊക്കെ 25-ാമത്തെ നോമ്പാണ്, നാട്ടിൽ 24-ാമത്തെ നോമ്പാണ്. ഈ റമദാനിൽ ഇനി ബാക്കിയുള്ളത് ഒരു 5-6 നോമ്പുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്നാൽ ലൈലത്തുൽ ഖദർ തേടുക, അന്വേഷിക്കുക എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട രാവുകൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ മൊത്തത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ, ആരാധനകളിൽ വരുത്തേണ്ട ഒരു മാറ്റം വന്നോ എന്നുള്ള ആലോചനയും അതോടൊപ്പം കൂടുതൽ ഉത്സാഹത്തോടെയുള്ള അമലുകളും ഒക്കെയാണ് നമുക്ക് ഈ സമയത്ത് ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ സ്വയം നമ്മളോട് തന്നെ ഒഴിഞ്ഞിരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പം ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അല്ലാഹുമ്മ ജഅൽ ഹാദ ഷഹറ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ജഅൽ റമളാന ഷാഹിദൻ ലന വല ഷാഹിദൻ അലൈന. അള്ളാഹു, ഈ റമളാനെ എനിക്ക് നാളെ പരലോകത്ത് അനുകൂലമായി സാക്ഷി പറയുന്ന റമളാൻ ആക്കണേ, എനിക്കെതിരായി സാക്ഷി പറയുന്ന റമളാൻ ആക്കരുതേ. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം, എൻ്റെ റമളാനായോ, എൻ്റെ നോമ്പുകളായോ എന്നുള്ളതാണ്. കാരണം ഈ അമല് ചെയ്യുന്നവരിൽ ഒരുപാട് ആളുകൾക്ക്
പിന്നെ പാളിച്ചകൾ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കൂലികൾ പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ പറഞ്ഞത്, റുബ്ബ സ്വാഇമിൻ, എത്രയോ നോമ്പുകാരാണ്, എത്രയെത്രയോ നോമ്പുകാരാണ്, ഹല്ലുഹു മിൻ സുയാമിഹി ഇല്ലൽ ജൂഉ വൽ അത്ഷു, അവർക്ക് ഓഹരിയായി ബാക്കിയാകുന്നത് അവരുടെ നോമ്പ് കൊണ്ട് അവർ വിശന്നിരുന്നു, അവർ ദാഹിച്ചിരുന്നു എന്നത് മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള ധാരാളക്കണക്കിന് നോമ്പുകാരുണ്ട് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവര് നമ്മളെപ്പോലെ ദാഹിച്ചും വിശന്നും ഇരിക്കുന്നുണ്ട്, പകല് ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഒക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹു അവരുടെ നോമ്പ് കബൂൽ ചെയ്യുന്നില്ല. അപ്പൊ അതിലെന്താ തകരാറ്? ആ തകരാറ് നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ അതിന്റെ കൂടെ വേറെ ഒരു കൂട്ടരെയും പറഞ്ഞു, വറുബ്ബ ഖായിമിൻ, എത്രയോ ഖിയാമുൽ ലൈലുകൾ നമസ്കരിക്കുന്ന, രാത്രി ഉറങ്ങി എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയിട്ട് എത്രയോ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഹല്ലുഹു മിൻ ഖിയാമിഹി അസ്സഹറു, അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാണ് ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നത്, അത് വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും. പക്ഷെ ഈ ആളുകൾ നിസ്കരിച്ചിട്ട് അവരുടെ ഉറക്കം പോയി എന്നതല്ലാതെ ആ നിസ്കാരം കൊണ്ട് കിട്ടേണ്ട മഹത്തായ പ്രതിഫലം ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഉമ്മത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? നമ്മൾ എത്ര ഇഖ്ലാസോടു കൂടിയാണോ ഈ കർമ്മം ചെയ്യുന്നത്, അതനുസരിച്ച് അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ എന്നത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനത്തെ ഈ 10 തന്നെ അവസാനത്തെ 5-6 ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 എത്തിയാൽ അതിനു വേണ്ടി ഒരു ഒരുക്കം തന്നെ നടത്തും എന്നുള്ളതാണ്. എല്ലാ നിലയ്ക്കുമുള്ള ഒരു ഒരുക്കം അവസാന 10 സ്വീകരിക്കുക. നമ്മൾ റമദാനെ സ്വീകരിക്കാൻ വേണ്ടി നനച്ചു കുളിക്കുക, വീടടിച്ച് കഴുകുക, അത് ഇത് എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അല്ലേ? അപ്പൊ നമ്മള് റമദാനെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനെ സ്വീകരിക്കുക മാത്രമല്ല, അവസാനത്തെ 10 പ്രത്യേകം സ്വീകരിക്കാനുള്ള ഒരുക്കം നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? ഇദാ ദഖലൽ അശ്റു ഷദ്ദ മിഅ്സറഹു, നബി അവസാന 10 കടന്നാൽ അരപ്പട്ടയൊക്കെ ഒന്ന് മുറുക്കി ഉടുക്കുന്നതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഅ്തസിലു നിസാഅഹു ലിയതഫറഗ ലിസ്വലാത്തി വദ്ദിക്രി, ദിക്റുകളും നിസ്കാരങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഭാര്യമാരിൽ നിന്ന് പൂർണ്ണമായും അവസാനത്തെ 10 ദിവസം വിട്ടു നിൽക്കും എന്നതാണ്. ശാരീരിക ബന്ധമൊക്കെ ഒഴിവാക്കി വിട്ടു നിൽക്കും. വ അഹിയ ലൈലഹു, രാത്രി എന്ന് പറഞ്ഞാൽ ഉറങ്ങൂല. രാത്രി ഉറങ്ങാതെ, ഇപ്പൊ നമുക്ക് രാത്രി ഉറങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ പകൽ ഉറങ്ങേണ്ടി വരും. പകല് സമയം ക്രമീകരിച്ച് ഉറങ്ങിയാലേ രാത്രിയിൽ ഉറങ്ങാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഉറങ്ങില്ല, രാത്രി പൂർണ്ണമായും ജീവിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉറക്കം വന്നാൽ ഇത്തിക്കാഫൊക്കെ ഇരിക്കുമ്പോൾ ഉറങ്ങാൻ പാടില്ല എന്നുള്ളതല്ല, അവിടെ ആ നിയ്യത്തനുസരിച്ചുള്ള ഉറക്കവും പ്രതിഫലാർഹമാണ്. അപ്പൊ രാത്രിയെ ജീവിപ്പിക്കും. ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പൂർണ്ണമായും ഹയാത്താക്കി നിലനിർത്തും. അഹ്ലഹു, തന്റെ കാര്യം മാത്രമല്ല നോക്കുക, ഭാര്യമാരെ വിളിച്ച് അവരെല്ലാം അതിന്റെ ഭാഗമാക്കും. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭാര്യമാരും പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കാനുണ്ടാകുമായിരുന്നു. നമ്മൾ സഹോദരിമാര് ശ്രദ്ധിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞിട്ട് പോലും ആ ഇത്തിക്കാഫ് പ്രവാചക പത്നിമാർ ഒഴിവാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. അവർ ഇത്തിക്കാഫ് ഇരുന്നിരുന്നു. അപ്പൊ റമദാനിന്റെ അവസാനത്തെ 10 സ്വീകരിക്കാനുള്ള ഒരു പ്ലാൻ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയിരുന്നു എന്നാണ്, സ്വഹാബത്ത് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ ഈ റമദാനിലെ അവസാനത്തെ 10 കടന്നിട്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ആ പ്ലാൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ ഇത്തിക്കാഫ് ഇരിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റില്ല. എന്ത് കാര്യത്തിനും പ്ലാൻ വേണം, പ്രത്യേകിച്ച് റമദാനുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളിൽ. മറ്റൊരു ഹദീസിലുള്ളത്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, റമദാനിന്റെ ആദ്യത്തെ 20 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾ കൊണ്ട് നടത്തിയിരുന്ന കഠിനാധ്വാനം അതല്ല അവസാനത്തെ 10 ഉണ്ടായിരുന്നത്. മൊത്തത്തിലൊരു ടോട്ടലി മാറും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളിൽ കാര്യമായ ഒരു മാറ്റം റമദാനിന്റെ അവസാനത്തെ 10 ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിൽക്കുന്നു, നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ
ഇന്ന് നമുക്കറിയാം, ഇന്നിപ്പം പൊതുവെ ഒരു സാമാന്യ ബോധവും വിവരമൊക്കെ ഉള്ള ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവൻ ഈ അവസാനത്തെ പത്തെത്തുമ്പോൾ ഡ്രസ്സ് എടുക്കാനൊന്നും പോവില്ല. കാരണം അറിയാം, ഏറ്റവും കൂലി കിട്ടുന്ന സമയമാണ് ഇത്. നമ്മൾ രാത്രിയിൽ ഷോപ്പിലും മറ്റൊക്കെ പോയി നമ്മുടെ സമയം കളയേണ്ട ഒരു ഇതല്ല. അതുകൊണ്ട് തന്നെ എത്രയോ ആളുകൾ ഇപ്പോൾ ഒന്നുകിൽ റമദാൻ തുടങ്ങുന്ന നേരത്തെ, അല്ലെ റമദാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പൊക്കെ ആ, പെരുന്നാളിന് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കും. പിന്നെ കടയിൽ പോയി, ഇപ്പൊ ഈ പ്രത്യേകിച്ച് മുസ്ലിംസ് ഒക്കെ ഭൂരിപക്ഷമുള്ള ഏരിയകളിലൊക്കെ ഒന്ന് പോയി നോക്കി. ഇപ്പോ രാവിലെയും വൈകുന്നേരവും രാത്രിയും കടകളൊക്കെ അടയ്ക്കുന്നത് രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെയാണ്. അതായത് ഒന്ന് കടേന്റെ ഉള്ളിലേക്ക് കയറാൻ പോലും പറ്റാതെ ആളുകൾ ഒരു കടയിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് പിന്നെ അടുത്ത കടയിൽ പോയി, അങ്ങനെ ശരിക്കു പറഞ്ഞാല് ഒരു ദിവസം പോയി, അന്ന് പോയിട്ട് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല, അടുത്ത ദിവസം ഇങ്ങനെ ഏറ്റവും പ്രതിഫലാർഹമായ പള്ളിയിൽ പരമാവധി സമയം കഴിച്ചു കൂട്ടേണ്ട ആ ഒരു സമയം അധികവും എന്ത് ചെയ്യാണ്, പുറത്തു കൊണ്ടുപോയി പറഞ്ഞ രൂപത്തിൽ കളയാണ്, സമയം കളയാണ്. അപ്പം നമ്മളൊന്ന് ശരിക്ക് ചിന്തിക്കണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു അല്ലെ ഡോറുണ്ട്, റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ കടന്നു പോകണം എന്നുള്ളത്. നമ്മള് ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു കവാടത്തിലൂടെ കടന്നു പോകണമെങ്കിൽ നോമ്പിനെ ശരിയായ നോമ്പായി നമ്മൾ സ്വീകരിക്കണം, റമദാനെ ശരിയായ റമദാനായി നമ്മൾ സ്വീകരിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം മഅസൂമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ വന്നു പോയിട്ടില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 വേണ്ടി ഒരുങ്ങുന്നു, രാത്രിയിൽ ഉറക്കമഴിച്ച് ഇബാദത്തുകൾ ചെയ്യുന്നു, അവസാനത്തെ 10 പൂർണ്ണമായി പള്ളിയിൽ ചെലവഴിക്കുന്നു. ഇപ്പൊ ഇത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. പൂർണ്ണമായ ഇത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ റമദാന്റെ 20ന്റെ അന്ന് തുടങ്ങി പെരുന്നാൾ പിറ കാണുന്ന ആ മഗ്‌രിബ് വരെ, അതുവരെയാണ് പൂർണ്ണമായ ഇത്തിക്കാഫ്. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇനി അതല്ലെങ്കിൽ അൽ ഇത്തിക്കാഫുൽ ജുസ്ഇ എന്ന് പറയും. നമുക്ക് സാധിക്കുന്നത്ര സമയം അള്ളാഹുവിന്റെ പള്ളിയിൽ ഇത്തിക്കാഫിന്റെ നിയ്യത്തിൽ ഇരിക്കുക. ഖുർആനിൽ എടുത്തു പറഞ്ഞ മഹത്തായ ഒരു ആരാധന കൂടിയാണല്ലോ ഇത്തിക്കാഫ് എന്ന് പറയുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10 മുഴുവനും പള്ളിയിലാണ്. അപ്പം നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖായ പ്രവാചകന്മാരിൽ മാത്രമല്ല സൃഷ്ടികളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ ഇത്രമാത്രം ഇബാദത്തുകൾ കൊണ്ട് അധ്വാനിക്കുന്നത്? സ്വർഗം കിട്ടില്ല എന്നതുകൊണ്ടാണോ? സ്വർഗത്തിന്റെ കാര്യത്തിൽ സംശയമുള്ളതുകൊണ്ടാണ്? അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത് പോലെ അബ്ദൻ ഷക്കൂറ, എന്റെ റബ്ബ് എനിക്ക് ചെയ്ത നിഅമത്തുകൾക്ക് ഉള്ള നന്ദിയാണ് ഈ ഇബാദത്തുകളെല്ലാം തന്നെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിക്കണം, അതാണ്. അതുപോലെ സ്വഹാബികളെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടു, അവരല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. അപ്പം അള്ളാഹുവിന്റെ തൃപ്തി അവര് നേടി, അവരുടെ തൃപ്തി അള്ളാഹു നേടി, ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നതായി. അപ്പൊ അങ്ങനെ അള്ളാഹ് സർട്ടിഫിക്കറ്റ്, അംഗീകാരം കൊടുത്ത ആ സ്വഹാബികൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇബാദത്തുകൾ കൊണ്ട്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ കിടന്ന് കത്തിയമരുമ്പോൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ വേഗത്തിൽ എളുപ്പത്തിൽ പ്രവേശിക്കാമെന്ന് കരുതിയിരിക്കുകയാണോ? ഇപ്പം പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ എന്ന് പറയുമ്പോൾ അത്രമാത്രം ഇന്ന് നമുക്ക് ഒരു നിർഭയത്വം ഇല്ലാത്ത ഒരവസ്ഥയിൽ കഴിയാണ്, ഏത് നിമിഷവും കൊല്ലപ്പെടാം. അപ്പൊ ആ അത്രയും പരീക്ഷണങ്ങൾക്കിടയിലാണ് അള്ളാഹു സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത്. അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ വേഗം പ്രവേശിക്കുമെന്നാണോ കരുതുന്നത്? മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങൾക്ക് ബാധിച്ചതുപോലെയുള്ള കഠിനമായ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ബാധിക്കാതെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പരീക്ഷണങ്ങളുടെ ഒരു റൂട്ടാണ് സ്വർഗം എന്ന് പറയുന്നത്, സുഖങ്ങളുടെ റൂട്ടല്ല സ്വർഗം എന്ന് പറയുന്നത്. അപ്പം ത്യാഗം വേണം, അധ്വാനം വേണം. റമദാൻ അവസാനിച്ചിട്ടില്ല, ഇനിയും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അപ്പൊ ആ ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചില ചോദ്യങ്ങൾ സ്വന്തം ചോദിക്കണം. ആ ചോദ്യങ്ങളാണ് ഒന്നുകൂടി മാറ്റം വരുത്താൻ നമുക്ക് ഉപകാരപ്പെടുക. അപ്പൊ അതിൽ ഒരു ചോദ്യം, ഷെഹ്റു സബർ എന്നാണ് അള്ളാഹു ഈ മാസത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഷെഹ്റു സബർ എന്ന് പറഞ്ഞാൽ ക്ഷമ നന്നായി പരിശീലിച്ചെടുക്കേണ്ട മാസം എന്നുള്ളതാണ്. ഒരു ഹദീസിൽ കാണാം, ഇന്നമ സുയാമു മിനൽ ലഗ്വി വർ റഫസ്, അതായത് നോമ്പ് എന്ന് പറഞ്ഞാൽ
എല്ലാ അനാവശ്യങ്ങളിൽ നിന്നും നമുക്ക് ഉപകാരമില്ലാത്ത, നമുക്കൊരു നിലയ്ക്ക് ഉപകാരപ്പെടാത്ത, ആവശ്യമില്ലാത്തതെല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കലാണ് ശരിക്കും നോമ്പ്. അല്ലാതെ ആമാശയത്തിന് മാത്രം അങ്ങോട്ട് ഫുഡും വെള്ളവും കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അനാവശ്യം നമുക്ക് ഉപകാരപ്പെടാത്ത എല്ലാ കാര്യവും അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അപ്പൊ അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ. ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് ഇങ്ങനെ നമ്മൾ അങ്ങനെ സമയം കളയും. അപ്പം അനാവശ്യങ്ങൾ വിട്ടു നിൽക്കുക. വർറഫസ്, മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഒരാള് ചീത്ത പറഞ്ഞാൽ പോലും അനസ്വാഇമ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ അയാളോടൊന്നും പറയാതെ വിട്ടു നിൽക്കുക. അപ്പൊ എല്ലാ നിലയ്ക്കും നമ്മുടെ ക്ഷമ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു മാസമാണ് ഇത്, ഈ റമദാൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു മാറ്റം സ്വഭാവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്, ഈ മാസത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഷെഹ്റു റഹ്മ എന്നാണ്. ഷെഹ്റു റഹ്മ, കാരുണ്യത്തിൻ്റെതായ മാസം എന്നുള്ളതാണ്. ഖുർആനിലെ 42-ാം അധ്യായം 5-ാം വചനത്തിൽ ഇങ്ങനെ കാണാം, വൽ മലായികത്തു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് മലക്കുകൾ നിരന്തരം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാണ്. സുബ്ഹാൻ അല്ലാഹ്, സുബ്ഹാൻ അല്ലാഹ് എന്നിങ്ങനെ മലക്കുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം അവര് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, വയസ്തഗ്ഫിറൂന, അവര് അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലക്കുകൾക്കൊരിക്കൽ ഇസ്തിഗ്ഫാർ അല്ലെ ആവശ്യമില്ല, കാരണം മലക്കുകൾ തെറ്റ് ചെയ്യുന്ന പ്രകൃതിയിലല്ല ഉള്ളത്. അപ്പം അള്ളാഹു അവരുടെ പാപം പുറത്തു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവരുടെ പ്രകൃതി തന്നെ അള്ളാഹ് പറഞ്ഞത് കേൾക്കുക എന്നുള്ളതാണ്. വയസ്തഗ്ഫിറൂന, ആ മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. ആർക്കാണ്? ലിമൻ ഫിൽ അർളി, ഭൂമിയിലുള്ള ആളുകൾക്ക് വേണ്ടി. അപ്പൊ മലക്കുകളുടെ ഇസ്തിഗ്ഫാർ, മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ ഇന്ന വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണേ, ഇന്ന വ്യക്തിക്ക് നീ കരുണ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആ പ്രാർത്ഥന നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ് മറ്റൊന്ന്. അത് കിട്ടണം. മൂന്നാമത്, ഈ മാസത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഷെഹ്റുൽ ഇഹ്സാൻ എന്നാണ്. പുണ്യങ്ങളുടെ മാസം, നന്മകളുടെ മാസം എന്നാണ്. അങ്ങനെ പറയാൻ കാരണം, ഇപ്പം ഒരു സുന്നത്തായ കാര്യത്തിന് പോലും ഫർളിന്റെ പ്രതിഫലം കിട്ടും. ഒരു ഉംറ ചെയ്യാന് കേവലം 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ കൊണ്ട് ഉംറ ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ എത്രയോ കഷ്ടപ്പെട്ട് മക്കയിലെത്തി അവിടെ താമസിച്ച് 6 7 ദിവസം നീളുന്ന, അത്രയും ദൈർഘ്യം നിറഞ്ഞ, അത്രയും കഷ്ടപ്പാട് നിറഞ്ഞ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യുന്ന അതേ പ്രതിഫലം റമദാനിൽ ഒരാൾ ഉംറ ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പൊ അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അത് നമ്മൾ കൊടുക്കുന്നതിന് കിട്ടും, നമ്മൾ ചെയ്യുന്നതിന് കിട്ടും, നമ്മൾ ചൊല്ലുന്ന ദിക്റിന് കിട്ടും, നമ്മൾ നിസ്കരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും അതേപോലെ ഏറിയ പ്രതിഫലം കിട്ടും. അപ്പൊ ആ പ്രതിഫലങ്ങളൊക്കെ നേടാൻ ലൈലത്തുൽ ഖദറുമായി ചേർത്തൊരു ഹദീസ് ഉണ്ട്, മൻ കാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതായത് ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ഒരാള് പിന്നെ ഉറങ്ങാതെ നിന്ന് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാന്റെ പള്ളിയിൽ ഇത്തികാഫ് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ അത് മതി എന്നാണ്. പക്ഷേ ഈ ലൈലത്തുൽ ഖദർ ഏത് രാത്രിയിലാണെന്നുള്ളത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പറഞ്ഞിട്ടില്ല. 25-നാണെന്നോ 27-നാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ചില ആളുകളൊക്കെ 27-ാം രാവിനെ തന്നെ ഉറപ്പിച്ചിട്ട് വന്ന് രാത്രിയിൽ ഇത്തികാഫ് ഇരിക്കുന്നത് കാണാം. അങ്ങനെ ആര് പറഞ്ഞു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ ഇറങ്ങുക എന്ന് എനിക്ക് മലക്ക് വന്ന് പറഞ്ഞു തന്നു പോയി. പക്ഷേ അള്ളാഹു പിന്നെ ചില കാരണങ്ങളാൽ എന്നെ അത് മറപ്പിച്ചു കളഞ്ഞു. അതെന്റെ ഉമ്മത്തിന് ഹൈറായിട്ടാകാം എന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പം ഏത് ദിവസമാണെന്നറിയില്ല, പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒറ്റയായ രാവുകളിൽ നിങ്ങൾ അതിനെ തേടുക, അന്വേഷിക്കുക എന്നുള്ളത്. അപ്പൊ ഒറ്റയായ രാവുകളിലാണ് കൂടുതൽ ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലത്തിന് സാധ്യത എന്നുള്ളതാണ്. അതേപോലെ ഷെഹ്റു സ്വദക്ക എന്ന് പറയുന്നുണ്ട് ഈ മാസത്തെ പറ്റി. ഷെഹ്റു സ്വദക്ക നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നത്, റമദാനിന്റെ ആദ്യത്തെ 20 ദിവസം സ്വതക്ക കൊടുത്തതുപോലെയല്ല ഈ റമദാൻ ഈ അവസാനത്തെ 10 നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക കൊടുത്തിരുന്നത്. ഒരു കാറ്റടിച്ച് വീശുന്നത് പോലെ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുള്ളതെല്ലാം എടുത്ത് സ്വതക്ക കൊടുത്തിരുന്നു. അത് അവസാന 10ന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം ആദ്യത്തെ 2 10 കൊടുക്കുന്നതിലും കൂടുതൽ പ്രതിഫലം അവസാന 10 കൊടുക്കുന്ന സ്വതക്കയ്ക്കുണ്ട് എന്ന് നമുക്കതിന് മനസ്സിലാവുന്നുണ്ട്. അപ്പം മനസ്സറിഞ്ഞ് നമുക്ക് നല്ല നീയത്തോടു കൂടി
ഒരാളെയും അറിയിക്കാതെയും പറയാതെയും, എന്നാൽ കൊണ്ട് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങി നമ്മൾ ചെയ്താൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും? അത് ഫോളോ ചെയ്യും. ഒരുപാട് ആളുകൾ അത് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ പരസ്യമായി നമ്മൾ ചെയ്യേണ്ടി വരും. എന്നാൽ രഹസ്യമായി ചെയ്യുക എന്നുള്ളതാണ് ഏറെ പ്രതിഫലമായിട്ടുള്ളത്. പരസ്യമായും രഹസ്യമായും കൊടുക്കുന്നവരെ പറ്റി ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെയൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ കൊടുക്കാൻ പറ്റുന്ന, അതനുസരിച്ച് എത്രമാത്രം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അറബി കോളേജുകളുണ്ട്, ഹിഫ്ള് സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് പ്രതിഫലം കിട്ടുന്ന മേഖലയാണ് അതൊക്കെ. അതേപോലെ പാവങ്ങളായ ആളുകളെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് കിറ്റുകളായിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് ഒക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് സഹായത്തിന് അർഹരായ മിസ്കീനുകളും ഫക്കീറുകളുമായ ആളുകൾ നമ്മുടെയൊക്കെ കൺമുമ്പിലുണ്ട്. അപ്പൊ അവരെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തത് ഷെഹ്റുൽ ഖുർആൻ, അതായത് ഖുർആനിന്റെ മാസം എന്നാണ് ഈ മാസം അറിയപ്പെടുന്നത്. ഷെഹ്റുൽ ഇഹ്സാൻ, ഷെഹ്റു സിയാം, ഷെഹ്റു സദക്ക, അങ്ങനെ തുടങ്ങി മറ്റൊരു പേരാണ് ഷെഹ്റുൽ ഖുർആൻ എന്നുള്ളത്. അതായത് റമദാനിലെ മുഴുവൻ പുണ്യങ്ങളും കൈവരുന്നത് ഖുർആൻ ഇറങ്ങി എന്ന ഒരൊറ്റ കാരണത്താലാണ്. അതുകൊണ്ടാണ് റമദാനായി മാറിയത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ ഈ ക്ലാസ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മളോട് ചോദിക്കേണ്ടത് ഈ ഖുർആനിന്റെ കാര്യത്തിൽ ഒരു റാഹത്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഖുർആനിന്റെ കാര്യത്തിൽ റാഹത്തായിട്ട് അൽഹംദുലില്ലാ റമദാൻ തുടങ്ങുമ്പം വിചാരിച്ചതുപോലെ എനിക്ക് ഖുർആൻ ഓതാൻ പറ്റി, ഞാൻ പൂർത്തിയാക്കി, രണ്ടാമത് ആരംഭിച്ചു, ഞാൻ ഇത്രയാണ് ഈ റമദാൻ നിയ്യത്താക്കിയത്, അതിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന നിലയ്ക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടോ? സഹാബികളെ പറ്റി പറയുന്നത്, താബികളെ പറ്റിയൊക്കെ പറയുന്നത്, റമദാനിന്റെ അവസാനത്തെ 10 എത്തിയാൽ ഒരു ദിവസം കൊണ്ട് ഖുർആൻ, അതായത് അവസാനത്തെ 10 ദിവസമാണെങ്കിൽ 10 ഖത്മ ചെയ്യും എന്നാണ് അവര്. 10 ഖത്മ പൂർത്തിയാക്കും എന്നുള്ളതാണ്. 9 ആണെങ്കിൽ 9 ഖത്മ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഖത്മ പോയിട്ട് ചിലപ്പോൾ ഒരു ജുസ് എന്നുള്ളത് തന്നെ. എന്നാൽ അതിൽ കാര്യമായി അധ്വാനിക്കുന്ന ആളുകളും നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരുണ്ടാകാം. പക്ഷെ എല്ലാ മറ്റ് തിരക്കുകളും മാറ്റിവെച്ച് ഖുർആനിലേക്ക് മാത്രം ഒതുങ്ങുക, അതാണ് പ്രത്യേകം നമ്മൾ റമദാന്റെ അവസാനത്തെ 10 ശ്രദ്ധിക്കേണ്ടത്. വേറെ എന്തെങ്കിലും ബുക്കുകൾ വായിക്കുന്നുണ്ടെങ്കിൽ ആ ബുക്കുകളെല്ലാം മാറ്റിവെക്കുക. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പോലും മാറ്റിവെക്കുക. ഖുർആൻ മാത്രം. ഖുർആൻ ഖിറാഅത്ത് എന്നുള്ളതാണ് പ്രധാനം. ഖുർആന്റെ ഈ പഠനത്തെക്കാൾ ഉപരി അവസാനത്തിൽ ഖുർആന്റെ പാരായണം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഖത്മ് നമ്മൾ പിന്നെ ഈ മുൻഗാമികളിൽ നിന്ന് കാണുന്നത് ഖുർആൻ അവർ ഓതി തീർക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒപ്പം പഠനവും കാര്യങ്ങളും ഒക്കെ നമ്മളൊരു ചിട്ടയായ പദ്ധതി വെച്ചിട്ടുണ്ട്, അതും അതിന്റെ ഭാഗമായിട്ട് നടക്കട്ടെ. അപ്പം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ തന്നെ നമ്മളൊന്ന് നിയത്ത് വെച്ചാൽ പൂർത്തിയാക്കാത്തവർക്ക് ഇൻഷാ അല്ലാഹ് പൂർത്തിയാക്കാൻ പറ്റും. പൂർത്തിയാക്കിയവർക്ക് ഇനിയും ഒന്നുകൂടി ഖത്മ ചെയ്യാനുള്ള സമയം, ഖുർആൻ ഒന്നുകൂടി പൂർണ്ണമാക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഖുർആനിന്റെ വിഷയത്തിൽ അൽഹംദുലില്ലാ കഴിഞ്ഞ റമദാനേക്കാൾ ഏറെ എനിക്ക് ഖുർആനെ ശ്രദ്ധിക്കാൻ പറ്റി, പരിഗണിക്കാൻ പറ്റി എന്ന് നമുക്ക് നമ്മളോട് പറയാൻ സാധിക്കണം. ഈ നമ്മൾ രാത്രിയിൽ ഇത്തികാഫ് ഇരിക്കുന്ന വിഷയം പറഞ്ഞു. പ്രത്യേകിച്ച് അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയമാണ് അതിൽ ഏറെ പ്രധാനം. അതുകൊണ്ടാണ് ഈ ഖിയാമുൽ ലൈലുകളൊക്കെ രാത്രി 12 മണിക്ക് ശേഷം വെക്കുന്നത്. അപ്പൊ ഈ രാത്രി അർദ്ധരാത്രിക്ക് ശേഷമുള്ള, അതുപോലെ തന്നെ സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയം, അതാണ് സൂറത്തുൽ ഖദറിൽ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന ആ സൂറത്തിൽ പിന്നെ പറയുന്നുണ്ട് ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെയാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുക. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് മലക്കുകൾ, കോടിക്കണക്കിന് മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. മലക്കുകൾ ഈ ഭൂമി ലോകത്ത് തിങ്ങി നിറയുന്നതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇത്തികാഫ് ഇരുന്ന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവര് പ്രാർത്ഥനകൾ, കോടിക്കണക്കിന് മലക്കുകളുടെ പ്രാർത്ഥനകൾ ലഭിക്കുന്ന ഒരു വലിയ അവസരം, സൗഭാഗ്യമാണ് ഈ ലൈലത്തുൽ ഖദറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അന്നൽ മലായിക തതനസ്സലു ഫീഹ, മലക്കുകൾ, കോടാനുകോടി മലക്കുകൾ അന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും.
വഹും ലാ യൻസിലൂന ഇല്ലാ ബിൽ ഖൈരി വൽ ബറക്കത്തി വർ റഹ്മ. ആ മലക്കുകൾ ഇറങ്ങി വരുന്നത് ഖൈറുമായിട്ടാണ്, ബർക്കത്തുകളുമായിട്ടാണ്, കാരുണ്യവുമായിട്ടാണ്. അപ്പൊ അതൊരാൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പൊ ഇനിയും അവസരങ്ങൾ, സമയങ്ങൾ ബാക്കിയുണ്ട്. പരമാവധി നമ്മുടെ തിരക്കുകളും ജോലികളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് റെസ്റ്റ് പരമാവധി പകലെടുത്തിട്ട് അവസാന ഈ രാത്രിയുടെ, പ്രത്യേകിച്ച് അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയങ്ങളെ ഹയാത്താക്കാൻ നമ്മളെല്ലാം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ആ പുണ്യം നേടിയെടുക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ തന്നെ ഈ റമളാൻ മാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഷെഹ്റു തൗബത്തി വൽ ഇസ്തിഗ്ഫാർ, അല്ലെങ്കിൽ ഷെഹ്റു ദുആഇ വത്തൗബത്തി വൽ ഇസ്തിഗ്ഫാർ എന്നതാണ്. ഇത് ദുആയുടെ മാസമാണ്, തൗബയുടെയും ഇസ്തിഗ്ഫാറിൻ്റെയും മാസമാണ്. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് തവണ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. പക്ഷെ ആത്മാർത്ഥമായ ശരിക്ക് തൗബയാകണമെങ്കിൽ കണ്ണുകൾ നിറയണം എന്നാ. ഒരാൾ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ, ഖുർആനിൽ ഒരായത്തുണ്ടല്ലോ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായി തൗബ ചെയ്യാന്നറിയും. അപ്പൊ ശരിക്ക് തൗബ ആത്മാർത്ഥമാണെങ്കിൽ, തൗബയാണെങ്കിൽ നമ്മുടെ മനസ്സിന് നല്ലൊരു വേദന ഉണ്ടാവും, കണ്ണുകൾ അറിയാതെ നിറയും. അപ്പോഴാ ശരിക്ക് തൗബയാകുന്നത്. അപ്പൊ അങ്ങനെ ഈ റമദാൻ എത്തിയിട്ട് ഒരിക്കലെങ്കിലും നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ആ ഒരു തൗബ കഴിയുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാ മനസ്സിനൊരു റാഹത്തുണ്ട് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു തൗബ ഈ റമദാനിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സുകളോട് ചോദിച്ച് അതിനെല്ലാം ഒരു റാഹത്താകുന്ന, തൃപ്തികരമാകുന്ന ഒരു മറുപടി നമുക്ക് ലഭിക്കേണ്ട മാസം കൂടിയാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ വ മിൻ കുല്ലി ഹമ്മിൻ മഖ്റജ ഫറജ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒരാൾ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, നിരന്തരം റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരുന്നാൽ അവന്റെ ജീവിതത്തിലെ കുടുസുകൾക്ക് അള്ളാഹു ഒരു തുറവി കൊടുക്കും. നമ്മളെ ക്ലാസ് കേൾക്കും, നമുക്ക് പറയുന്ന എനിക്കും കേൾക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളും ബ്ലോക്കായി നിൽക്കുന്നുണ്ടാവും. അതിനെല്ലാം അള്ളാഹു ഒരു തുറവി നൽകും. വമിൻകുല്ലി ഹമ്മിൻ ഫറജ, അതായത് ഒരുപാട് മനോവിഷമങ്ങളായിട്ട്, ടെൻഷനുകൾ ആയിട്ട് നിൽക്കുന്നുണ്ടാവും, അതിനൊക്കെ അള്ളാഹു നല്ലൊരു വിടവ് നൽകും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ഒരിക്കലും എൻ്റെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാറുകയില്ല, ബുദ്ധിമുട്ടുകളും മാറുകയില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് അവർ പോലും വിചാരിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തു കൊടുക്കും? അവർക്ക് റിസ്ക് നൽകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാം ലഭിക്കുന്ന, അതിന് ഏറ്റവും നല്ല അവസരം ഒരുങ്ങുന്ന സമയം, അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഈ സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക. ഇനിയൊരു റമദാൻ നമുക്ക് സാക്ഷിയാകുമോ എന്നുള്ള അറിയില്ല. അവസാന റമദാൻ ആയാലും ഇനി ഒരുപാട് റമദാൻ കിട്ടിയാലും അതെല്ലാം അനുകൂലമായി സാക്ഷി പറയുന്ന റമദാനുകളായി നമുക്ക് മാറണം. അത് പ്രതികൂലമായി മാറരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളെയും സ്വീകരിക്കട്ടെ. ചെയ്യുന്നതെല്ലാം ഇഖ്ലാസോടെയും നല്ല നിയത്തോടെയും ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. റമദാൻ കൊണ്ട് യഥാർത്ഥ തഖ്വ, അള്ളാഹ് പറഞ്ഞ തഖ്വ എന്താണോ അത് നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.